പറഞ്ഞു തുടങ്ങിക്കോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞങ്ങൾ എവിടെ നിക്കുന്നത്? ഞങ്ങൾ ഇന്ന് സരോവരം ബയോ പാർക്കിലാണ് നിൽക്കുന്നത്. അവിടുത്തെ ചെറിയ ചെറിയ കുറച്ച് കാഴ്ചകളും ഒരു ഈവനിങ് വാക്ക് അങ്ങനെ പറയാം. ഇവിടെ വളരെ നല്ല സ്ഥലം കേട്ടോ. പലരും വന്നുകാണ്ട് മൊത്തത്തിൽ കൊളാക്കിയ ഒരു സ്ഥലം കൂടിയാണ്, ഏരിയ ആണ് കേട്ടോ. പക്ഷെ കോഴിക്കോടുകാർ മാത്രമല്ല കേട്ടോ ഇവിടെ വരുന്ന, എല്ലാ ജില്ലക്കാരും വരാറുണ്ട് കേട്ടോ. ഇത് കോഴിക്കോടിന്റെ ഒരു ഹൃദയ ഭാഗത്ത് തന്നെയാണ് ഇതുള്ളത്. അതെ, കോഴിക്കോട് ബീച്ച്, സ്ക്വയർ, സരോവരം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ല, കോഴിക്കോട്ടാറൊരു വികാരമാണ് അല്ലേ. പക്ഷെ ഇതൊരു കുറച്ചൊരു വികാരം കൂടി വേറൊരു ലെവലിൽ എത്തിപ്പോയി വികാരം. അതാണ് ഇതിന്റെ പ്രശ്നം. പക്ഷെ ഇവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ടല്ലോ അമ്മൂസ, ബോട്ടിങ് കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. ഇവിടെ സെറ്റപ്പാണ് സംഭവം. ഒരു അടിപൊളി എന്താ പറയാ, ഇത്ര റോഡും കാര്യങ്ങളൊക്കെ തൊട്ടടുത്താണെങ്കിലും കൂടി ഇത്ര പൊല്യൂട്ടായ ഒരു ഏരിയയില് ഇത്ര ഒരു നല്ല സൈലൻസ് ആണ്. നമ്മളിപ്പോ ഒരു കോഴിക്കോട്ടെ നടുക്കാൻ നിൽക്കുന്നത് നമുക്ക് തോന്നാത്തൊരു രീതിയിലുള്ള ഒരു ഫീൽ ആട്ടെ. അതിന്റെ ഉള്ളോട്ട് പോകുമ്പോ നമുക്ക് കാണാം. എന്താ മുസേ? അപ്പൊ വീഡിയോയിലേക്ക് പോട്ടെ. അപ്പൊ ഏതാണ്? അതാണ് കാണുന്നതാണ് കേട്ടോ സരോവരത്തിൻ്റെ മെയിൻ എൻട്രൻസ്. ഇവിടെ വന്ന് നേരെ ടിക്കറ്റ് എടുക്കുക. ഇവിടെ ഒരു പാലമുണ്ട്, പാലത്തിൽ നേരെ കടക്കുക, ഇപ്പുറം വരിക. അത് ഹൈവേ ആണ് പോകുന്നത്. ഇതാണ് എൻട്രൻസ്. വാക്സിൻ അടി നോട്ടാണ് കേട്ടോ, വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് വേണം. ആ ഒരു ഭാഗത്തേക്കാണ് ബോട്ടിംഗ് ഒക്കെ ഉള്ളത് കേട്ടോ. ഇവിടെ ഒരുപാട് ചീത്തപ്പേരുകൾക്ക് അംഗീകാരം കേട്ടുള്ള കോഴിക്കോടിന്റെ ഹൃദയഭാഗത്തുള്ള സരോവരം ബയോ പാർക്ക്. അതേ അങ്ങോട്ട് നോക്കും, മുറ്റത്തൊരു മൈന. ഇതേ കനോലിക്കനൽ ഇങ്ങനെ ഒരുമാതിരി വൃത്തിയായിട്ട കളറിൽ ഒഴുകിക്കൊണ്ടിരിക്കും. അത് വെച്ച് നോക്കുമ്പോ ഇപ്പം ബെറ്റർ അല്ലേ? ഒന്ന് വെള്ളം നല്ല തെളിഞ്ഞിരുന്നില്ല ഈ ടൈം. നല്ല കാണാൻ അടിപൊളിയാട്ടോ. ഇവിടെ ഫുള്ള് മരങ്ങളും എല്ലാം ആയിട്ട് ആൾക്കാരുകൾ വിശ്രമിക്കാനും ജോഗിങ്ങിനും എല്ലാം ഇവിടെ വരാറുണ്ട്. പിന്നെ അവിടെ ഒരു ബോട്ട് സർവീസ് ഉണ്ട് കേട്ടോ. നോക്ക്, അടിപൊളിയല്ലേ സ്ഥലം കാണാൻ അടിപൊളി കേട്ടോ. ഒരുപാട് പേര് ഫോട്ടോഷൂട്ടിന് വരാറുണ്ട് കേട്ടോ ഈ ഒരു ഏരിയയിൽ. പക്ഷെ ഇവിടെ ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത് കാമുകന്മാരെയാണ്. അങ്ങനെ പറയണ്ട, അപ്പൊ ഇതിന് മാക്സിമം ഞങ്ങള് ഇല്ലാതെ എടുക്കാം കേട്ടോ വീഡിയോ. കട്ടില്ല കേട്ടോ, ഈ കട്ട് ചെയ്താൽ മതിയാ. അമ്മൂസ് ഏതോ പാലത്തിന് മുകളിൽ കൂടെ. അയ്യോ, ഏതോ പാട്ടൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. കോപ്പറേറ്റ് അടിക്കരുതേ. ഞങ്ങൾ ഇറങ്ങി വന്ന പാലാട്ടോ. കാണാൻ ഭയങ്കര രസമാട്ടോ ഇവിടെ. കണ്ടൽക്കാടുകളാട്ടോ. ഒള്ളി വൈബാട്ടോ ഇവിടെ, ഒന്നും പറയാനില്ല. അടിപൊളി സ്ഥലമാണ്. പക്ഷെ ഒരുപാട്, ഞാൻ പറഞ്ഞില്ല, ഇതുപോലെ ഒരുപാട് ചീത്തപ്പേരുകൾക്ക് ഇത് വഴി ഒരുക്കിയിട്ടുണ്ട് ഇവിടെ. അതിന് വേറെ സ്ഥലമുണ്ട്. അമ്മേ, കാലിക്കറ്റ് ഒരുപാട് നല്ല പ്ലേസുകളുണ്ട് കേട്ടോ. എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയൊരു പ്ലേസ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ വേണ്ട പോലെ സംരക്ഷിക്കുന്നില്ല. അമ്മൂസിന്റെ അഭിപ്രായം എന്താ അമ്മൂസ? ഞങ്ങളൊരു
ഇതും തുടങ്ങിയിട്ട് സംരക്ഷിക്കാൻ തുടങ്ങിയിട്ട് അമ്മൂസ് കൗണ്ടർ തിരിച്ചടിച്ചിട്ടോ. വീട്ടിലൊരു ഇല മറച്ചിടാത്ത ആളാ. എടാ സംരക്ഷിക്കാന്ന് പറഞ്ഞാൽ നമ്മളൊരു ഡിപ്പാർട്ട്മെന്റ് ആയിട്ടല്ലേ നമ്മൾ ചെയ്യാ അല്ലേ? കേട്ടിട്ടുണ്ട്. അമ്മൂസ ഒരു കാക്ക. എന്തോന്നും മിണ്ടാത്ത എന്താ ആലോചിക്കുന്നേ? അമ്മൂസ് എന്തോ ഒരാലോചനയല്ല കേട്ടോ. മാസ്ക് കഴിച്ചടോ, ആരുമില്ലല്ലോ. അമ്മൂസ് അമ്മൂസ് നിന്റെ സുന്ദരമായ മുഖം ഒന്ന് കാണട്ടെ. യെസ്, ക്ലോസപ്പിന്റെ പരസ്യമാണോ അമ്മൂസേ? അല്ല, KP നമ്പൂതിരീസ് ആണോ? അയ്യോ, അങ്ങനെ ഞാനും അമ്മൂസ് ഇങ്ങനെ നടന്നോണ്ടിരിക്കട്ടാ. യെസ്, ബോട്ട് സർവീസ് ഒക്കെ ഉണ്ടായിരുന്നു. നമ്മളിങ്ങോട്ട് ആകെ 1-2 പ്രാവശ്യത്തെ വന്നുള്ളൂ. കല്യാണം കവി ഉദ്ദേശിച്ചത് ഏത് അർത്ഥത്തിലാന്ന് മനസ്സിലാവട്ടല്ലോ അല്ലേ? ഇല്ലല്ലല്ലല്ലല്ല, ഇന്നെക്കാടി ഡീറ്റെയിൽ ഇവക്കറിയാം എടുത്തട്ടോ. അപ്പൊ ഞാനും കോഴിക്കോടാണ് ജനിച്ചത്, വളർന്നു അറിയണ്ട കേട്ടോ. ജനിച്ചിട്ടുണ്ട്, വളർന്നിട്ടില്ല. എത്ര പ്രാവശ്യം അമ്മൂസേ? ആരെ കൂടെ? ഇവിടെ കൊറേ കട്ടപ്പൻസ് കിട്ടോ. പിന്നെ ഞാൻ വരുന്നത് എപ്പോഴാണ് സൈബോല് വർക്ക് ചെയ്യുമ്പോ അവരെ കൂടെ വന്ന ഫ്രണ്ട്സ്, അതിന്റെ ജിനിച്ചേട്ടനൊക്കെ കൂടെ. പിന്നെ അത് കഴിഞ്ഞപ്പോ നിങ്ങളെ കൂടെ വന്ന കല്യാണം കഴിഞ്ഞിട്ട്. അമ്മൂസ ബോട്ടിങ്ങിന്റെ ഈ ഏരിയ ഇതല്ലായിരുന്നടി അല്ലേ? ബോട്ടിങ് ഇല്ലല്ലോ. നമ്മൾ ഈ ഇടയ്ക്ക് ഒരുപാട് ശശിക്കുട്ടന്മാരാവുണ്ടല്ലോ അമ്മൂസ. നോക്കി ചീവര് വരുന്ന സൗണ്ട്. ഇതൊക്കെ നമ്മള് സൈലന്റ് ആയുള്ള ഒരു സ്ഥലത്താണ്. അമ്മൂസ് എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. എന്താന്നറിയാതെ ഇത് ക്യാമറയിൽ കാണാൻ പറ്റുന്നുണ്ടോന്ന് എനിക്കറിയില്ല. മുങ്ങിപ്പോയി ഒന്നും നടക്കുന്നില്ല കേട്ടോ. ഇതൊക്കെ ഇല്ലേ ബോട്ടിങ്ങിൻ്റെ കൗണ്ടറില്ല? നമ്മളവിടെ ബോട്ടിങ് ചെയ്തിട്ടില്ലല്ലോ അല്ലേ? നമ്മളധികം വരുമ്പോൾ അധികം ഇവിടെ ക്ലോസ്ഡ് ആണ് കേട്ടോ. മൊത്തം ടൈം ഇത് ക്ലോസ്ഡ്. ഏകദേശം നശിച്ചു തുടങ്ങി. ഇതാണൊരു ബോട്ടിങ്ങിൻ്റെ ഏരിയ കേട്ടോ. അമ്മൂസ വേണ്ട, ഡേഞ്ചർ ഇത്. ഇതാണ് അമ്മൂസ് പറഞ്ഞത്. എന്താണ് ഇങ്ങനെ പേര് പറഞ്ഞത്? എന്താ അമ്മൂസ് പറഞ്ഞത്? മാസ്ക് വയ്ക്കടോ, എന്നെ കാണട്ടെ, നിന്റെ ഫാൻസ് കാണട്ടെ. ഇല്ല, അതിന് വേറെ എന്തോ ഒരു പേര് പറയായിരുന്നു അല്ലേ അമ്മൂസേ? എന്തോ ഒരു പേര് പറയും. ഇത് അങ്ങനെ ബോട്ടിങ്ങിന്റെ സ്ഥലത്ത് നിന്ന് ക്യാമറാമാൻ നൗഫലിന്റെ കൂടെ യെസ് ഇതേട്ടോ. ഇവിടെയൊക്കെ ബോട്ടിങ് നടക്കുന്ന സ്ഥലം കേട്ടോ. ഇത് നമ്മൾ നിൽക്കുന്ന ഒരു പാലത്തിന്റെ മുകളിലാണ്. അമ്മൂസ നീ ചാടാൻ പോകുന്നു ഗായ്സ്. ഞാനൊന്നും ചെയ്തിട്ടല്ലോ ചാടാൻ പോകുന്നത്. ഞാൻ ചേച്ചി വെള്ളത്തിൽ ചാടിയിരിക്കുന്നു അമ്മൂസേ. അനോക്കോണ്ടയോ? ഇവിടെ അനോക്കോണ്ടാണോ ഉള്ളത്? ഓ യെസ്, ഇമാജിൻ. വെള്ളത്തിന്റെ കളർ വയ്ക്കും. ഇമാജിൻ ചെയ്യാൻ അമ്മൂസിനെ കഴിഞ്ഞിട്ടോ ഉള്ള ആൾക്കാർ. അയ്യോ അമ്മൂസേ, കൊറോണ ആണോ? ഞങ്ങൾ സരോവരത്തിന്റെ അടുത്ത ഡെസ്റ്റിനേഷൻ നോക്കി പറക്കുകയാണ് കൂട്ടുകാരി. അവിടെ എന്തൊക്കെ കാണും മാക്സിമം ഞങ്ങൾ എല്ലാവരും ഒഴിവാക്കി എടുക്കട്ടോ. എന്താ ഏതാണെന്നൊന്നും അറിയില്ല, ജീവിച്ചു പൊക്കോട്ടെ. ഡെസ്റ്റിനേഷൻ നോക്കി നമ്മൾ പോവുകയാണ് കൂട്ടരെ, പോവുകയാണ്. ഒന്നായിട്ട് എന്തായാലും എന്തോ ഒരു സ്റ്റൈലൊക്കെ ആയി മാറിയിരിക്കുന്നു. അടിപൊളി. ഞാൻ കാണിച്ചറാ കേട്ടോ. ഭയങ്കര ഒരു പ്രത്യേകത തന്നെ കേട്ടോ. പക്ഷെ ഭയങ്കര കൂൾ മൈൻഡ് അല്ലേ അമ്മൂസേ? അവിടെ നല്ല അവിടെ ഇതിന്റെ പുറത്തിറങ്ങിയ ഭയങ്കര ചൂടായിരിക്കും, പക്ഷെ ഇതിന്റെ ഉള്ളിൽ കയറിയ കൂളിംഗ് ആയിരിക്കും. നല്ല ഓക്സിജനും. കനാലി കനാലിന്റെ ചളിയുടെ മണം ഇടക്കിടക്ക് വരുന്നുണ്ടോന്നൊരു സംശയമല്ല അമ്മൂസേ?
ഇത് എത്ര ഏക്കർ സ്ഥലത്തിലാട്ടോ നിൽക്കുന്ന അതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഒരുപാട് ഏരിയ ഉണ്ട്. ഇത് നമ്മൾ വിചാരിച്ച പോലെ ഒന്നല്ല കേട്ടോ. നമ്മൾ ഈ കാണുന്ന ചെറിയ സ്ഥലമൊന്നുമല്ല. പിന്നെ മെയിൻ എൻട്രൻസ് ഉണ്ട്. എൻട്രൻസ് കയറി ഉള്ളോട്ട് അങ്ങ് പോയാൽ കാണാം ഒരു സ്റ്റേജൊക്കെ ഇല്ലേ നമ്മൾ സൈഡിൽ. അത്യാവശ്യം പരിപാടികളൊക്കെ നടക്കലുണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ ഈ കോവിഡിൻ്റെ പ്രതിസന്ധി ഘട്ടത്തിൽ എല്ലാം ബ്ലോക്കായി പോയി. കാണുന്നതാണ് കേട്ടോ സരോവരത്തിൻ്റെ മെയിൻ എൻട്രൻസ്. മെയിൻ എൻട്രൻസ് കയറി ഇങ്ങനെ ചെല്ലുന്ന ഈ ഒരു പോർഷനിലൊക്കെ കേട്ടോ. രണ്ട് പോർഷനായിട്ടുള്ളൂ അല്ലേ അമ്മ സാർ? അപ്പുറത്തൊരു ഭാഗവും ഇപ്പുറത്തൊരു ഭാഗവും. നമ്മളൊന്ന് സെൽഫി ആക്കിയതാട്ടോ. ഫ്രണ്ടിൽ ഏതോ കപ്പിൾസ് വരുന്നിട്ട് അതിനോട് മെല്ലെ സെൽഫിലോട്ട് മാറ്റിയതാണ്. ഞങ്ങൾ അവർ പോയിട്ട് ഫ്രണ്ട് കാണിച്ചത് കേട്ടോ. അപ്പം നമ്മൾ ബാക്കിൽ കാണുന്നത് നമ്മൾ കയറി വന്ന ഏരിയ കേട്ടോ. അമ്മൂസേ എവിടെ എവിടെ? ഇതേ സ്റ്റേജിലോട്ട് ആരാ കയറി പോകുന്നൊക്കെ? എന്താ അമ്മൂസ കഥാപ്രസംഗാണോ? മോഹിനിയാട്ടാണ്. ഇതേ അങ്ങനെ നമ്മളും കയറുകയാണ് സ്റ്റെപ്പുകൾ പടവുകൾ ഓരോന്നായി. നല്ല അടിപൊളി സ്ഥലം കേട്ടോ അത്. ഉണ്ടല്ലേ നോക്കിയ അമ്മൂസിന്റെ കുരുത്തക്കട നോക്കിയ. ഇതൊക്കെ ഇവിടെ വന്നുള്ള പരിപാടി. എടി ആരും കാണൂടെ, സെക്യൂരിറ്റി അവിടെ ചീത്തക്കടോ. അമ്മൂസ് പോണോക്കിയ. ഇതാട്ടോ സ്റ്റേജ്. അടിപൊളിയാ. പ്രത്യേക വൈബാട്ടെ ഇവിടെ. സ്റ്റേജിൻ്റെ ഭാഗത്തുനിന്ന് പയ്യെ ഇറങ്ങാട്ടോ താഴോട്ടേക്ക്. പിന്നെ കറക്റ്റ് റൂട്ട് ഇത് എനിക്ക് അമ്മൂസിന് ഇപ്പോഴും അറിയില്ല കേട്ടോ. അതെന്താ പാർക്കാ? ചിൽഡ്രൻസ് പാർക്ക്. അമ്മൂസിന്റെ ഫേവറേറ്റ് സ്ഥലം ഊഞ്ഞാലാടാൻ പോകും ബസ്. നീ എന്നോട് പിണങ്ങിയതല്ലേ ആട്ടി തരൂല. പഴക്കം മാറിയോ? മാറിന്നറി ഉറപ്പാണ്. നീ വീഡിയോ കട്ടാക്കിയാൽ പടങ്ങിയെന്നാൽ ഞാൻ വീണ്ടും പോസ്റ്റ് ചെയ്യട്ടെ. അങ്ങനെ നമ്മൾ അമ്മൂസിനെ ആട്ടി കൊടുക്കാൻ പോവാണ്. റെഡി 1 2 റെഡി. ഇവളിഞ്ഞി 1 മണിക്കൂർ 1.5 മണിക്കൂറാണ് ഇവള് ഇത് ഊഞ്ഞാലടിയിരിക്കട്ടോ. നമുക്ക് ലൈറ്റ് പോകുന്ന പോലെ വീഡിയോ എടുക്കണോ? റീൽസാ ഓടി. ഇതൊന്ന് കട്ട് ചെയ്തെടുത്തോ.
പോരെ? വേറെ എടുക്കണോ? കട്ട് ചെയ്തെടുക്കോ? ഓടി അവിടെ നിന്ന് വാടി. എനിക്കൊറ്റയ്ക്ക് ഇതിനുള്ള പോകാൻ തന്നെ പേടിയാക്കി. മൊത്തം ഒരു ഭീകരാവസ്ഥ കേട്ടോ. ഭയങ്കര സൗണ്ട്, കുയിലിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് അല്ലേ അമ്മൂസ? കുയിലല്ലത്? ഉഷാറായി നിന്നാലേ ഇതൊക്കെ ഞാനും അമ്മൂസും കൂടി ഇരുന്ന് ആടട്ടോ. നല്ല ഉറപ്പാണ്, എന്നെ താങ്ങാൻ മാത്രമുള്ള ശേഷിയുണ്ട്. അതുകൊണ്ട് പേടിക്കണ്ട, ആർക്കും വല്ല ആടട്ടോ. ഞാൻ 2 റീൽസ് ഒക്കെ എടുത്തിട്ടുണ്ട്. റീൽസ് എന്നൊക്കെ പറയണ്ട്. ഞാൻ വീഡിയോ അവിടെ പോയിട്ട് എനിക്ക് ചീത്ത കേൾക്കാം. വീഡിയോ എടുത്ത നന്നായില്ലേക്കോ പറയാം. ഇവിടെ നാട്ടെ എൻട്രി അല്ല മൂസ. ഇത് വേറൊരു വഴി. ഇവിടെ വന്നാൽ ഒരുപാട് വഴികളുണ്ട്. വഴിയില്ലാതെ എല്ലാ ആൾക്കാരും വഴി തെറ്റുന്നല്ല മൂസ. അത് ബാത്റൂം എന്നൊക്കെ ടോയ്ലറ്റിനൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. 5:30 6 മണി എന്നൊക്കെ പറയുന്നത്. കാരണം ഇപ്പഴും പറഞ്ഞാലല്ലേ കപ്പിൾസ് എല്ലാവരും ഇറങ്ങുള്ളൂ മൂസേ. ഇതിപ്പോ നമ്മളൊരു 5 മണി രാവിലെ കേട്ടോ. പക്ഷെ ഇത് നല്ല ഇരുടായിട്ടോ. 6 മണിക്ക് ലുക്ക് ഉണ്ട് ഇവിടെ മൊത്തത്തിൽ. ഇക്കൂടെ ചാടാനും പറ്റില്ലായിരുന്നു. അതാ ഇതുപോലത്തെ ആൾക്കാരൊക്കെയാണ് ഇവിടെ വേണ്ട കേട്ടോ. നമ്മളെ ട്രാപ്പാക്കി അവരതിൻ്റെ അടി കൂടെ ചാടും. മാക്സിമം ഞാൻ അമ്മൂസ് ഒഴിവാക്കി പിടിക്കുന്നുണ്ട് കേട്ടോ ആൾക്കാരെ. പക്ഷേ എന്നാലും കൊടുക്കുന്നവർ ശ്രദ്ധിക്കുക. അവിടെ വേറൊരു കപ്പിൾസ് ഇരിക്കുന്നു കേട്ടോ. അതുകൊണ്ട് ഭയങ്കര ക്യാമറ ഓഫ്. അയ്യോ, ഓരോ കോർണറിൽ ഇരിക്കാനുള്ള സ്റ്റോണുകളും ഉണ്ട് കേട്ടോ. അമ്മൂസ് എൻ്റെ അപ്പനായിട്ട് ഇങ്ങനെ നടക്കുന്നില്ല. അമ്മൂസ് എപ്പോഴോ പോയിരുന്നുണ്ടോ. ഇപ്പൊ ഇവരിങ്ങനെ കണ്ടു ഒരേ വ്യൂ ആയിരിക്കില്ല. ഇവർക്ക് ബോറടിക്കുന്നുണ്ടാവും അല്ലേ അമ്മൂസ്? അപ്പോൾ ഞങ്ങൾ കുറച്ച് ഞങ്ങളെ കാണിക്കാം. അപ്പോൾ നിങ്ങൾ കുറച്ച് ബോറടി മാറും അല്ല അമ്മൂസേ? ഇവിടെ ഒരു ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് ആരൊക്കെ പൊട്ടിച്ചെറിഞ്ഞു. ഇല്ല, അതൊക്കെ പോയി ഉണ്ട് എന്ന് പറഞ്ഞാൽ അമ്മൂസ് അവിടെ ഇരുന്ന് ആടും. ഔഷധ ചെടികളൊക്കെ ഉണ്ട് അല്ലേ അമ്മൂസ? പക്ഷെ നമുക്കത് ഒരുപാട് പേരൊക്കെ എഴുതി വെച്ചിരുന്നു കേട്ടോ. പക്ഷെ അതൊക്കെ ഇപ്പോൾ കുറേയൊക്കെ ഇല്ലാണ്ടായിപ്പോയി, നശിച്ചു പോവാം. പക്ഷെ ഇത് തീരെ ഒരു മെയിൻ്റനൻസ് ഇല്ല അമ്മൂസ. ഇവിടെ ഒരു നല്ലൊരു ബ്രിഡ്ജ് ഉണ്ട് കേട്ടോ. ഇതുപോലത്തെ ചെറിയ ബ്രിഡ്ജും കാര്യങ്ങളും എപ്പോഴും ഉണ്ട് കേട്ടോ അവിടെ. നോക്കിയാണെങ്കിൽ അവരടിച്ച് വീഴും. ഇത് ജസ്റ്റ് അങ്ങ് അത്ര ഉള്ളത്, ഉള്ളോട്ടൊന്നുമില്ല. ഉള്ളോട്ടൊന്നും ഉണ്ടാക്കി വെക്കാൻ പറ്റില്ലല്ലോ മസേ. ഇനി നമ്മളെങ്ങോട്ട് പോകണം? ഇതന്നെയല്ല അവിടെ വരെ ഉള്ളൂ. അത് ഇതിനാണ് ഉണ്ടാക്കി. അപ്പോൾ നമുക്ക് റിട്ടേൺ പോവാം. ഏകദേശം നമ്മൾ എത്തിയിരിക്കുക കേട്ടോ. ഇതന്നെയാണ് അങ്ങോട്ട് പോകുന്നത്. കാട്ടിനുള്ളിൽ നടന്നാണ് നമ്മൾ ഏകദേശം കുഴങ്ങും. ഇവർ കാട്ട് കയറിയാൽ പിന്നെ വരൂല. ആരോ വഴി ഉണ്ടാക്കി വെച്ചോക്ക്. ഇവളെ ഇടക്കിടക്ക് ഇന്നിട്ട് കുത്തുന്ന എന്തിനങ്ങനെ? ഉരൽ അമ്മൂസ പറയൂ. ഇതിനുള്ളിൽ നോക്കടാ അമ്മൂസ. അതിന് നോക്ക്. അങ്ങനെ ഏകദേശം നമ്മൾ അവസാനിച്ചിരിക്കുകയാണ് കൂട്ടുകാരെ. അവസാനിച്ചിരിക്കുകയാണ്. കണ്ടോ കാടിനുള്ളിലൊരു വൈപ്പ് കണ്ടോ. അമ്മൂസൊരു മഴയില്ലാതെ തീറ്റേട്ടോ. എവിടെ പോയാലും പിന്നെ ശരിയാട്ടോ. അമ്മൂസിന് ഇടക്കിടക്ക് ഞാൻ വിഷപ്പോ പെട്ടെന്ന് ഇരുട്ടാ അവിടെ. നോക്കിയ മരങ്ങളൊക്കെ നോക്കിയ ഒരു പ്രത്യേക ഭംഗിയാട്ടോ കാണാൻ. പക്ഷെ ഒറ്റക്ക് നടക്കുമ്പോൾ പേടിയാവുണ്ടോ?
കൂടെ ഒരാളുണ്ടാകുമ്പോൾ മതി. അമ്മൂസെ പേടിക്കാനും വേണം കുറച്ച് വിവരം. എന്നിട്ട് പറയാം നടന്ന് കുഴങ്ങി എന്ന് പറയാം അമ്മൂസ്. അമ്മൂസ് നടക്കണത് അറിയില്ല. അമ്മൂസേ എന്തൊക്കെയോ വാരിത്തുന്നുണ്ടോള്. ഏകദേശം ഞങ്ങൾ ഏതോ ഒരു ഭാഗത്തെത്തി. ഇതെവിടെ? അയ്യോ ശരാ ഒന്നും വയ്യ. നടന്ന് കഴിഞ്ഞു ക്ഷീണിച്ചിരിക്കുന്നു. കുറേ ഏരിയ കാണിക്കണം എന്ന് പറയുന്നത്. പിന്നെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ അവരിപ്പോൾ പ്രൈവസിൽ നമ്മൾ കൈ കടത്തുന്നത് ശരിയല്ലല്ലോ അല്ലേ അമ്മൂസേ? ഇങ്ങനെ ഏകദേശം നമ്മൾ ഔട്ടാവുകയാണ് കൂട്ടുകാരെ, ഔട്ടാവുകയാണ്. അയ്യോന്റെ കാര്യം ഞാൻ നടന്ന് കുറേ ഒരുപാട് വീഡിയോ എടുക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ വേണ്ടല്ലോ അമ്മൂസ, അതിനെ കൊണ്ട് ഞങ്ങൾ വേണ്ടാന്ന് വിചാരിച്ചാട്ടോ. ഒരുപാട് നിങ്ങളെ ബാക്കി കണ്ടോളൂ കേട്ടോ. അപ്പൊ ഞങ്ങളൊരു കുഞ്ഞു വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യാം അമ്മൂസ? വീഡിയോ ഇഷ്ടപ്പെട്ട എന്താ ചെയ്യണ്ടേ? എന്താ കുന്തം വിഴിയായിരുന്നു പറയേ. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. പിന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അടിച്ചു പൊട്ടിച്ചേ. അപ്പൊ ഞങ്ങളെ പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ.